റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ തൃക്കോയിക്കൽ വാർഡിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. പോലീസ് സ്റ്റേഷൻ പുഞ്ചിരിമുക്ക് റോഡിന്റെ പ്രവൃത്തിയിലാണ് അഴിമതി ആരോപണം ഉയർന്നത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ തൃക്കോയിക്കൽ വാർഡിലെ പോലീസ് സ്റ്റേഷൻ പുഞ്ചിരിമുക്ക് റോഡിൽ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിന്റെ 100 മീറ്റർ ഭാഗത്ത് ഇരുവശങ്ങളിലും നടത്തിയ ഐറിഷ് പ്രവൃത്തികളിലാണ് അഴിമതി ആരോപണം ഉയർന്നത്. നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന് തൊട്ടരികിൽ ഏകദേശം 50 മീറ്ററോളം ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞു. കാൽനട യാത്ര പോലും ദുഷ്കരമാകുന്ന തരത്തിൽ ഇവിടം തകർന്നിട്ടുണ്ട്. ചെളിക്കെട്ടും ഊറ്റും നിറഞ്ഞ ഭാഗത്തെ തകർച്ച പരിഹരിക്കാതെ സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിനായി കോൺക്രീറ്റ് പ്രവൃത്തികൾ ചെയ്തെന്നാണ് ആരോപണം. കേന്ദ്ര ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന പഞ്ചായത്തിന് അനുവദിച്ച CFC ഫണ്ടിൽ നിന്ന് ഗ്രാൻഡായി ലഭിച്ച 1 കോടി രൂപയിൽ 35 ലക്ഷം രൂപ ശുചിത്വവുമായി ബന്ധപ്പെട്ട് അഴുക്കുചാൽ നിർമ്മാണത്തിന് വേണ്ടി മുഴുവൻ വാർഡുകളിലും വിനിയോഗിക്കേണ്ട തുകയാണ്. ഈ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിർമ്മാണ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ് പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ CJ ഷോം, മണ്ഡലം പ്രസിഡന്റ് ഗീവർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ രാജേഷ്, PT കൊച്ചുമ്മച്ചൻ, പത്തടി സുലൈമാൻ, ബിജു റോയി, ഷറഫുദ്ദീൻ എന്നിവർ പറഞ്ഞു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന തൃക്കോയിക്കൽ വാർഡിലെ ഏരൂർ പോലീസ് സ്റ്റേഷൻ മുതൽ പുഞ്ചിരിമുക്ക് വരെ ഉള്ള ആ റോഡിൻ്റെ പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തെ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ടാണ് ഇവിടുന്ന് അറിഞ്ഞാണ് ഈ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നത്. നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 150 മീറ്ററോളം ഭാഗം ചെളിക്കുണ്ടായി കിടന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിൻ്റെ ഇരുവശവും റോഡിൻ്റെ നമുക്കറിയാം 2 സൈഡുകളിൽ ഈ പഞ്ചായത്തിൻ്റെ ആയാലും എവിടെയായാലും 2 സൈഡ് മുഴുവൻ കാട് മൂടി കിടക്കുന്ന സാഹചര്യമാണ്. കാട് നീക്കം ചെയ്തു എന്നുള്ള രീതിയിൽ ആ കാട് JCB കൊണ്ടുവന്ന് കാട് മുഴുവൻ നീക്കം ചെയ്യുകയും അതിനുശേഷം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത് പൊളിഞ്ഞു കിടക്കുന്നു എന്ന് വരുത്തുവാൻ വേണ്ടി അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്ന ആളുകൾ അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അതിനുശേഷം ഈ റോഡിൻ്റെ 2 സൈഡും ഐറിഷ് ചെയ്ത് ഇരിക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കൊരു പ്രദേശത്തെ ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യം തകർന്നു കിടക്കുന്ന മേഖല സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിൻ്റെ 2 സൈഡും അനാവശ്യമായി പൈസ വിനിയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് സ്വകാര്യ 2 വസ്തുക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാൽനട പോലും ദുസ്ഥിതിയിലായ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇപ്പൊ 2 ആഴ്ച കൊണ്ടായി ഈ ഒരു പരിവായത്. അതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പോകാൻ. ഓട്ടോ എല്ലാം പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ഓട്ടോകളൊന്നും ഇതുവഴി വരുന്നില്ല. അങ്ങനെ ഇത്രയും ഭാഗം ഒന്ന് റെഡിയാക്കി തന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല ആൾക്കാർക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാം. ഇത്രയും പ്രശ്നമായത് ഇപ്പൊ അതുകൊണ്ടാണ്. അല്ലാതെ വണ്ടി പോയിക്കൊണ്ടിരുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരും നടന്നു പോയിക്കൊണ്ടിരുന്നതാ. ഭാരം കയറ്റി വാഹനങ്ങൾ നിരന്തരം പോയതാണ് പാതയുടെ തകർച്ചയ്ക്ക് കാരണമായതെന്നും വലിയ വാഹനങ്ങൾ ഇതുവഴി പോകരുതെന്ന നാട്ടുകാരുടെ ആവശ്യം മുഖവിലക്കെടുക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ വർക്കിന് ആവശ്യമായ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് സാധനങ്ങൾ വന്നത് മുഖേനയാണ് ഇപ്പൊ ഇത്രയും ഒരവസ്ഥയിലേക്ക് റോഡ് എത്തിയത്. അപ്പം ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങി പറഞ്ഞായിരുന്നു, കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ആ ഓണറെ കിട്ടിയില്ല. അവരുടെ വണ്ടി കൊണ്ടുവന്ന ആളിനോട് പറഞ്ഞായിരുന്നു, നമുക്ക് ബാലൻസ് കിടക്കുന്ന ഇത്രയും ആ മറ്റിലോ എന്തെങ്കിലും കൊണ്ടുവന്ന് ആ കുഴി ഒന്ന് നികത്തിയിട്ട് പോയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നെന്ന് അവരോടൊന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേറെ ആരെയും കണ്ടില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.